വെൽക്കം ടു സ്റ്റഡികോം MLT അക്കാദമി. കേരള PSC മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി പാർട്ട് 1 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 25 ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് പാർട്ട് 2 വീഡിയോ ആണ്. അതായത് നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. Find the true statement about golden blood type from following. First statement, it is the rarest blood group. Second, only the golden blood type can be transfused to them. Third, it is O negative group. Fourth, it is known RH null blood type. അതിന്റെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്, അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ്. അവിടെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ട്രൂ എന്നുള്ളത്. അപ്പൊ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ പറയുന്നത് 1 and 4th സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി പറയുന്നത് ഫസ്റ്റും സെക്കൻഡും തേർഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നുള്ളതാണ്. ഓപ്ഷൻ സി പറയുന്നത് ഫസ്റ്റും സെക്കൻഡും 4th സ്റ്റേറ്റ്മെന്റും ട്രൂ ആണെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി പറയുന്നത് 4th സ്റ്റേറ്റ്മെന്റ് മാത്രം ട്രൂ ആണെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ്, അത് ക്വസ്റ്റ്യൻ എന്താണ്? ഗോൾഡൻ ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഗോൾഡൻ ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ RH നൾ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഈ ഗോൾഡൻ ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഈ നൾ ഗ്രൂപ്പ് ടൈപ്പ് അല്ലെങ്കിൽ നൾ ബ്ലഡ് ഗ്രൂപ്പ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ RH ആന്റിജൻ, എല്ലാ RH ആന്റിജനും അവിടെ ആബ്സെന്റ് ആയിരിക്കും. All RH antigens are absent. അങ്ങനെയുള്ളവരെയാണ് ഈ RH null ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ളവരെയാണ് ഈ ഗോൾഡൻ ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു റെയറസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ടൈപ്പ് ആണ്, റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണ് അല്ലെങ്കിൽ ബ്ലഡ് ടൈപ്പ് ആണ്. സോ ഇവർക്ക് ഇവരുടെ ബ്ലഡ് മാത്രമേ ട്രാൻസ്ഫ്യൂസ് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, ഇവർക്ക് ഇവരുടെ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ ട്രാൻസ്ഫ്യൂസ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്? ഫസ്റ്റ് റെയറസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓൺലി ഗോൾഡൻ ബ്ലഡ് ടൈപ്പ് ക്യാൻ ബി ട്രാൻസ്ഫ്യൂസ്ഡ്, ആ ഒരു ട്രീറ്റ്മെന്റ് ട്രൂ ആണ്. പക്ഷെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഇറ്റ് ഈസ് RH നെഗറ്റീവ് ഗ്രൂപ്പ്, ഒരിക്കലും RH നെഗറ്റീവ് ഗ്രൂപ്പ് എല്ലാം ഗോൾഡൻ ബ്ലഡ് ടൈപ്പ് അല്ല, അല്ലെങ്കിൽ RH നൾ ഗ്രൂപ്പ് അല്ല വരുന്നത്, അത് വേറെ തന്നെയാണ്. സോ RH നെഗറ്റീവ് അല്ല എന്ത് ഈ ഗോൾഡൻ ബ്ലഡ് ടൈപ്പ് ഓർ RH നൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവിടെ എല്ലാ RH ആന്റിജനും എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. ഇതൊരു റയർ ആണ്. RH നെഗറ്റീവ് എന്ന് പറയുന്നത് ചിലപ്പോൾ പലർക്കും ഉണ്ടാവാം, പക്ഷെ ഇത് അത്രക്കും റയർ ആയിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പാണ്. ലാസ്റ്റത്തെ ഇതിനെ നമ്മൾ RH നൾ ബ്ലഡ് ഗ്രൂപ്പ് ടൈപ്പ് എന്ന് പറയും. ഓപ്ഷൻസ് സി ആണ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്. ഇതൊരു റയറസ്റ്റ് ആണ്, ഇവർക്ക് മാത്രമേ നമ്മൾ ഇത് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് RH നൾ ബ്ലഡ് ടൈപ്പ് ആണെന്നുള്ള ഈ 3 സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? RH പോസിറ്റീവ്, മദർ RH പോസിറ്റീവ്, ഫാദർ RH പോസിറ്റീവ്, ബട്ട് ചൈൽഡ് RH നെഗറ്റീവ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഓപ്ഷൻ എ മദർ ഹെട്രോസൈഗസ്, ഡി ഫാദർ ഹോമോസൈഗസ്, D. Option C, father heterozygous, D. Option D, both 1 and 3. അതായത് അമ്മ RH പോസിറ്റീവ് ആണ്, മദർ RH പോസിറ്റീവ്. RH പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ D ആന്റിജന്റെ പ്രസൻസിലാണ് അത് പറയാറുള്ളത് അല്ലെ. RH പോസിറ്റീവ് ആണ്, ഫാദറും RH പോസിറ്റീവ് ആണ്. പക്ഷേ എന്താണ് പ്രശ്നം? ഇവിടെ കുട്ടി RH നെഗറ്റീവ് ആണ്. ഈ കുട്ടി RH നെഗറ്റീവ് ആണെങ്കിൽ RH നെഗറ്റീവിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത്, ഫിനോടൈപ്പ് എന്ന് പറയുന്നത് സ്മോൾ d ആണ്. സ്മോൾ d ആണ്. കാരണം ക്യാപിറ്റൽ D സ്മോൾ d ആണെങ്കിൽ അത് RH പോസിറ്റീവ് ആവും. RH പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ക്യാപിറ്റൽ ഡിയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ D സ്മോൾ ഡിയോ ആവണം. അങ്ങനെയാണെങ്കിൽ നമ്മളാണ് അതിനെ എന്ത് പറയുന്നത്? RH പോസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഹോമോസൈഗസ് D എന്നാണ് പറയാം, ഹോമോസൈഗസ് D എന്നും. ഇത് ഹെറ്ററോസൈഗസ് D എന്നാണ് പറയുന്നത്, ഹെറ്ററോസൈഗസ് D എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കുട്ടി നെഗറ്റീവ്, RH നെഗറ്റീവ് എക്സ്പ്രസ് ചെയ്യുന്നത് സ്മോൾ d ആണ്. അപ്പൊ കുട്ടിന്റെ ഫിനോടൈപ്പ് എന്തായാലും എന്തായിരിക്കും? യെസ്, സ്മോൾ d ആയിരിക്കും. അതിലൊരു വ്യത്യാസവും ഇല്ല അല്ലെ. കാരണം എന്താണ്?
സ്മോൾ ഡി ആയാൽ മാത്രമേ RH നെഗറ്റീവ് ആവുള്ളൂ. അപ്പം ഈ ഒരു 2D എവിടുന്നാണ് വരുന്നത്? ഈ സ്മോൾ ഡിയും വരുന്നത് ഫാദറിനും മദറിനുമാണ്. സോ അപ്പൊ അമ്മക്ക് എന്തായാലും ഒരു സ്മോൾ ഡി ഉണ്ടാവും, അച്ഛനും എന്തായാലും ഒരു സ്മോൾ ഡി ഉണ്ടാവും. അപ്പൊ ഇവരത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അമ്മ RH പോസിറ്റീവും അച്ഛനും RH പോസിറ്റീവാണ്. സോ അവരുടെ ഫിനോടൈപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? യെസ്, രണ്ടുപേർക്കും ഇങ്ങനെ ആയിരിക്കും വരുന്നത് അല്ലെ. കാരണം എന്താണ്? എന്നാൽ മാത്രമേ ക്യാപിറ്റൽ ഡി സ്മോൾ ഡി എന്നുള്ള ഫിനോടൈപ്പ് ആയിരിക്കും. രണ്ടു പേർക്കും ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള RH ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഡി ആന്റിജൻ ആയിരിക്കും വരുന്നത്. കാരണം എന്താണ്? ഇങ്ങനെയാണെങ്കിൽ മാത്രമേ രണ്ടുപേരിൽ നിന്നും സ്മോൾ ഡി ഈ കുട്ടിക്ക് വന്നിട്ട് RH നെഗറ്റീവ് ആവുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടിയിരിക്കുന്നത്. സോ ആൻസർ എന്തായിരിക്കും? ഡി എന്നുള്ളതായിരിക്കും. ബോത്ത് മദറിനും ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള ഡിയും ഫാദറിനും ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള ഡി. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നമുക്ക് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് മേജർ ക്രോസ് മാച്ചിങ് ഈസ് ഡൺ ടു ഓപ്ഷൻ എ ഡിറ്റക്ട് ആന്റിജൻ ഇൻ റെസിപ്പിയന്റ് സെൽ ആക്റ്റീവ് അഗെയിൻസ്റ്റ് ഡോണർ ആന്റിബോഡി. Option B, to serve as check the accuracy of ABO blood group and RH typing. Option C, to detect the presence of typical antibody in donor serum. Option D, none of the above. നമ്മൾ മേജർ ക്രോസ് മാച്ചിങ് എന്തിനാണ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ചെക്ക് ദ ആക്യുറസി ഓഫ് ABO ബ്ലഡ് ഗ്രൂപ്പ്. ഇപ്പൊ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ആർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുകയാണെങ്കിലും എന്തായാലും ഫസ്റ്റ് നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പും RH ബ്ലഡ് ഗ്രൂപ്പും ഒക്കെ നോക്കൂ അല്ലെ. സോ A പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പും RH ബ്ലഡ് ഗ്രൂപ്പും ഒക്കെ ചെക്ക് ചെയ്തിട്ട് A പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് മാത്രമേ കൊടുക്കാറുള്ളൂ. എന്നാലും നമ്മൾ ഇവരാദ്യം മാച്ച് ആണോ നോക്കാൻ വേണ്ടിയിട്ട് മേജർ ക്രോസ് മാച്ചും മൈനർ ക്രോസ് മാച്ചും ഒക്കെ ചെയ്യും. സോ ഈ മേജർ ക്രോസ് മാച്ച് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യെസ്, ABO ബ്ലഡ് ഗ്രൂപ്പിന്റെയും RH ബ്ലഡ് ഗ്രൂപ്പിന്റെയും ആക്യുറസി ഒന്ന് ചെക്ക് ചെയ്യാനാണ് ബേസിക് ആയിട്ട് പറഞ്ഞത്. പക്ഷെ അത് നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ മേജർ ക്രോസ് മാച്ചിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? യെസ്, റെസിപ്പിയന്റിന്റെ ആന്റിബോഡീസ്, അതായത് സെറത്തിലുള്ള ആന്റിബോഡീസ് ഡോണറിന്റെ സെല്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ റെസിപ്പിയന്റിന്റെ സെറും ഡോണറിന്റെ സെല്ലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ മിക്സ് ചെയ്യുന്നത്. റെസിപ്പിയന്റിന്റെ സെറും ഡോണറിന്റെ RBC അല്ലെങ്കിൽ ബ്ലഡും ആയിട്ടാണ്, സെല്ലും ആയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ റെസിപ്പിയന്റിലുള്ള ഏതെങ്കിലും ആന്റിബോഡീസ്, ABO ആന്റിബോഡിയോ RH ആന്റിബോഡീസോ ഈ ഡോണറിന്റെ ആന്റിജനും ആയിട്ട്, അല്ലെങ്കിൽ RBCന്റെ മുകളിലുള്ള ABO ആന്റിജനോ RH ആന്റിജനോ ആയിട്ട് പോയിട്ട് അഗ്ലൂട്ടിനേഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്കത് ചോദിക്കാം. ഇപ്പൊ ചോദിച്ചത് ജസ്റ്റ് ABO ബ്ലഡ് ഗ്രൂപ്പ് RH ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, നമ്മൾ ഏത് രീതിയിലാണ് അത് മിക്സ് ചെയ്യുന്നത്? റെസിപ്പിയന്റിന്റെ സെറും ഡോണറുടെ സെല്ലും ആണ് മിക്സ് ചെയ്യുന്നത്. നമ്മൾ എന്തിനാ അത് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ റെസിപ്പിയന്റിന്റെ സെറത്തിലുള്ള ആന്റിബോഡീസ് ഡോണറിന്റെ സെല്ലിനെതിരെ അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ, റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Most common transfusion reaction due to ABO incompatibility is option A, acute hemolytic reaction, option B, urticaria, option C, HIV, option D, transfusion overload. താഴെ കൊടുത്തിരിക്കുന്നതിൽ ABO ഇൻകോമ്പാക്ടിബിലിറ്റി കാരണം വരുന്ന ട്രാൻസ്ഫ്യൂഷൻ, കോമൺ ആയിട്ട് വരുന്ന ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഏതാണെന്നുള്ളതാണ്. ABO ഇൻകോമ്പാക്ടിബിലിറ്റി കാരണം വരുന്നത് acute hemolytic transfusion reaction. അതായത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആവാത്ത A ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് B ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കുകയാണ്, B ബ്ലഡ് ഗ്രൂപ്പുകാർ A ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കുക. അങ്ങനെ ABOയിൽ ഉണ്ടാവുന്ന പ്രശ്നം കാരണം, അല്ലെങ്കിൽ ABO വരുന്നത് പെട്ടെന്ന് ഹീമോലൈറ്റിക് റിയാക്ഷൻസ് ഉണ്ടാവും അല്ലെ. A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് B ബ്ലഡ് ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഹീമോലൈറ്റിക്, പെട്ടെന്ന് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ട് ഉണ്ടാവുന്ന ഹീമോലൈറ്റിക് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ്. അത് കുറച്ച് സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അത് അർട്ടിക്കാരിയ എന്ന് പറഞ്ഞ അലർജിക് കണ്ടീഷൻസ് ആണ് വരുന്നത്. പക്ഷെ അതേപോലെ HIV എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അപ്പോൾ ഈ ഓവർലോഡ് വരുന്നത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോഴാണ് ട്രാൻസ്ഫ്യൂഷൻ ഓവർലോഡ് വരുന്നത്. അപ്പൊ ഇതൊന്നും അല്ല, ABO ഇൻകോമ്പാക്ടിബിലിറ്റി കാരണം ഉണ്ടാവുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത് അക്യൂട്ട് ഹീമോലൈറ്റിക് റിയാക്ഷൻസ് ആണ്.
പെട്ടെന്ന് ഉണ്ടാവുന്ന ഹീമോളൈസിസ് ആണ്. സോ അത് കുറച്ച് സിവിയർ ആണ്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള അക്യൂട്ട് ഹീമോലൈറ്റിക് റിയാക്ഷൻ അത്ര ഉണ്ടാവാറില്ല. കാരണം നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പും ക്രോസ് മാച്ചും ഒക്കെ ചെയ്തതിന് ശേഷമാണല്ലേ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അക്യൂട്ട് ഹീമോലൈറ്റിക് റിയാക്ഷൻസ് റെയർ ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ അത് വരികയാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം ഈ ABO ഇൻകോമ്പാക്ടിബിലിറ്റി കാരണം ഉണ്ടാവുന്നത് പെട്ടെന്ന് വരാനുള്ള കാരണം ഓൾറെഡി ഇപ്പൊ A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് B ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കുമ്പോൾ ഓൾറെഡി ആന്റി ബി അവിടെ ഉണ്ടാവുമല്ലോ. നോർമലി നാച്ചുറലി ആന്റിബോഡി ഉണ്ടാവും. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യാൻ അവർക്ക് ആന്റിബോഡി ഉണ്ട്. സോ ആ ഒരു ടൈപ്പ് ഓഫ് ആന്റിബോഡി എന്ന് പറയുന്ന IgM ടൈപ്പ് ഓഫ് ആന്റിബോഡീസ് ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഹീമോലൈറ്റിക് റിയാക്ഷൻസ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which storage condition following is correct? Option A, cryoprecipitate 4 degrees Celsius. Option B, platelet concentration 37 degrees Celsius. Option C, frozen RBC minus 14 degrees Celsius. Option D, FFP minus 20 degrees Celsius. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇപ്പൊ നമ്മൾ ഓരോ ബ്ലഡ് കമ്പോണന്റും അത് കീപ്പ് ചെയ്യേണ്ട ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ക്രയോപ്രസിപ്പിറ്റേറ്റ് വെക്കേണ്ട ടെമ്പറേച്ചറിലാണ് നോർമൽ നമ്മൾ പാക്ഡ് റെഡ് സെല്ല് വെക്കേണ്ടത്, അല്ലെങ്കിൽ നോർമൽ ബ്ലഡ് വെക്കേണ്ടത്. ഓരോന്നും ഡിഫറെന്റ് ആണ്. ഇപ്പൊ പ്ലേറ്റ്ലെറ്റ് വെക്കേണ്ട കോൺസെൻട്രേഷൻ വേറെയാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഇപ്പൊ ക്രയോപ്രസിപ്പിറ്റേറ്റ് ഒരിക്കലും -4 ഡിഗ്രി സെൽഷ്യസിലല്ല നമ്മൾ വെക്കുന്നത്. അത് ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ്. പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റും നമ്മൾ 37 ഡിഗ്രി സെൽഷ്യസിലല്ല കീപ്പ് ചെയ്യുന്നത്. അതും ഇൻകറക്റ്റ് ആണ്. ഫ്രോസൺ സെക്ഷൻസ് ആണെങ്കിലും -40 നമ്മളത് കീപ്പ് ചെയ്യുന്നത്. സോ ലാസ്റ്റത്തെ FFP കറക്റ്റ് സ്റ്റോറേജ് ടെമ്പറേച്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. FFP നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് -20 അല്ലെങ്കിൽ അതിന് ബിലോ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? FFP ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ നമ്മൾ സ്റ്റോർ ചെയ്യാറുള്ളത്. ബാക്കിയുള്ള എല്ലാ കേസും ഇവിടെ എന്താണ് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ലൂയിസ് പാസ്റ്റർ ഡിസ്കവറി? Option A, microorganism cause fermentation. Option B, microorganism do not arise due to spontaneous generation. Option C, all cell originate from pre-existing cell. Option D, develop rabies vaccines. പാസ്റ്ററിന്റെ ഡിസ്കവറി അല്ലാത്തത് ഏതാണെന്ന്. ഇപ്പോൾ ഫെർമെന്റേഷൻ ടെക്നിക്ക് നമുക്കറിയാം, പാസ്റ്റർ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ അത് പാസ്റ്ററിന്റെ ഡിസ്കവറി ആണ്. അതേപോലെ തന്നെ സ്പോണ്ടേനിയസ് ജനറേഷൻ വഴിയല്ല ഓർഗാനിസംസ് ഉണ്ടാവുന്നതെന്നാണ്, അതായത് ഡിസ്പ്രൂവ് ചെയ്തു. ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി ഡിസ്പ്രൂവ് ചെയ്തത് ലൂയിസ് പാസ്റ്റർ ആണ്. സോ അപ്പൊ ഈ ഒരു കാര്യം ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. പാസ്റ്റർ എന്നാണ് മൈക്രോ ഓർഗാനിസം സ്പോണ്ടേനിയസ് ജനറേഷൻ വഴിയല്ല ഉണ്ടാവുന്നത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഓൾ സെൽസ് ആർ ഒറിജിനേറ്റ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഇതൊരിക്കലും പാസ്റ്ററിന്റെ ഡിസ്കവറി അല്ല. ഇത് റുഡോൾഫ് വിർഷോ ആണ് ഈ ഒരു ഡിസ്കവറി എന്താണ് നമ്മള് ഈ ഒരു സെൽ തിയറിന്റെ പാർട്ടാണ് സെൽ ഒറിജിനേറ്റ് ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്നാണെന്നുള്ളത്. സോ അത് കണ്ടുപിടിച്ചിരിക്കുന്നത് ആരാണ്? റുഡോൾഫ് വിർഷോ. ഓക്കെ, സോ അത് പാസ്റ്ററിന്റെ കോൺട്രിബ്യൂഷൻ അല്ല. പിന്നെ റാബീസ് വാക്സിൻ നമുക്കറിയാം. കാർ വാക്സിൻ എന്ന് പറയുമ്പോൾ കോളറയ്ക്ക്, ആന്ത്രാക്സിന്, റാബിസിന്, ഇതിന് മൂന്നിനുള്ള വാക്സിൻസ് കണ്ടുപിടിച്ചത് എന്നത് ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കറക്റ്റ് വൺ ഫ്രം ദ ഫോളോവിങ് റിഗാർഡിംഗ് WHO ക്ലാസിഫിക്കേഷൻ റിസ്ക് ഗ്രൂപ്പ് ഓഫ് മൈക്രോബ്സ്. ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റിസ്ക് ഗ്രൂപ്പ് 1 ഹൈ റിസ്ക് ടു വർക്ക് ആൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് കൺസിസ്റ്റ് വൈറസ് ലൈക്ക് സ്മോൾ പോക്സ്. സെക്കൻഡ് എന്താണ് പറയുന്നത് വെച്ചാൽ റിസ്ക് ഗ്രൂപ്പ് 3 ഈസ് മോഡറേറ്റ് റിസ്ക് കംപ്രൈസ് ബാക്ടീരിയ ലൈക്ക് സ്ട്രെപ്റ്റോകോക്കസ്. തേർഡ് റിസ്ക് ഗ്രൂപ്പ് 4 ഈസ് ഹൈ risk to work and communities comprises viruses like Ebola. Fourth statement, risk group 2 is low risk worker community comprises food spoilage bacteria. So ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഈ WHO ക്ലാസിഫിക്കേഷൻ റിസ്ക് ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട്. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചത്. അതിൽ ഓപ്ഷൻ ആയിട്ട് കൊടുത്തത് ഓപ്ഷൻ എയിൽ പറയുന്നത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഓൺലി എന്നാണ്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഓൺലി. ഓപ്ഷൻ സിയിൽ പറയുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഓപ്ഷൻ ഡിയിൽ
ഫസ്റ്റ് ഓൺലി എന്നാണ് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ എ ആണ്. എ എന്ന് പറഞ്ഞാൽ തേർഡ് ഓൺലി എന്നുള്ളതാണ്. എ എന്ന് പറയുമ്പോൾ തേർഡ് ഓൺലി. ഇപ്പൊ നമുക്ക് നോക്കാം തേർഡ് സ്റ്റേറ്റ്മെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് യെസ് എന്താണ്, റിസ്ക് ഗ്രൂപ്പ് 4 ഹൈ റിസ്ക് ആണ്. സോ അതില് എബോളയൊക്കെ വരുന്നത് ഈ റിസ്ക് ഗ്രൂപ്പ് 4 സോ ഇത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ പറയണമെങ്കിൽ ബാക്കിയുള്ള റിസ്ക് ഗ്രൂപ്പും കൂടി നമുക്ക് അറിയണം. ഓക്കെ, നമുക്ക് ഓരോ റിസ്ക് ഗ്രൂപ്പും നോക്കാം. ഫസ്റ്റ് റിസ്ക് ഗ്രൂപ്പ് 1. റിസ്ക് ഗ്രൂപ്പ് 1 എന്ന് പറയുമ്പോൾ അത് മെയിൻലി എന്താ പറയാ, ലോ റിസ്ക് നോൺ പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. അതായത് നമ്മളെ ഹെൽത്തി ഇൻഡിവിജ്വൽസിന് അധികം ഡിസീസ് ഒന്നും കോസ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് വരുന്ന ഗ്രൂപ്പാണ് ഈ ഒരു റിസ്ക് ഗ്രൂപ്പ് 1 അല്ലെങ്കിൽ ലോ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയാം. ഈ ലോ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നോൺ പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആയിട്ടുള്ള ഈ ലാക്ടോബാസിലസ് ഒക്കെയാണ് ഈ റിസ്ക് ഗ്രൂപ്പിൽ 1 വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കൂടുതലായിട്ട് ബയോസേഫ്റ്റി ലെവലോ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. എന്നാൽ റിസ്ക് ഗ്രൂപ്പ് 2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് മോഡറേറ്റ് റിസ്ക് ഗ്രൂപ്പ് ആണ് ഈ എന്താ പറയാ റിസ്ക് ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത്. സോ മൈക്രോ ഓർഗാനിസംസ് എന്താണ് അധികം ഡിസീസ് കോസ് ചെയ്യില്ലെങ്കിലും നമുക്ക് നമുക്ക് അധികമായിട്ട് സ്പ്രെഡ് ചെയ്യില്ല. അങ്ങനത്തെ ടൈപ്പ് ഡിസീസസ് ബാക്ടീരിയാസ് ഉണ്ടാവില്ല. ഡിസീസസ് കോസ് ചെയ്യാം, പക്ഷെ സ്പ്രെഡിങ് ടൈപ്പ് അല്ല. ഇപ്പൊ സ്ട്രെപ്റ്റോകോക്കെ പറയാണ്, അതേപോലെ സാൽമോൺ അല്ലേ പറയാണ്. ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സ് ഒക്കെ വരുന്നത് എന്താണ് റിസ്ക് ഗ്രൂപ്പ് 2 വരുന്നത്. ഓക്കെ, സോ തേർഡ് ഗ്രൂപ്പ് നമുക്ക് പറയാം ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയാം. എന്ന് പറയുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസം ഡിസീസ് കോസ് ചെയ്യുകയും ചെയ്യും, ചിലപ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് ഡിസീസ്, ഇപ്പൊ TB ഒക്കെ പറയുകയാണെങ്കിൽ, മൈക്കോബാക്ടീരിയൻ ട്യൂബർകുലോസിസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ വരുന്നതാണ് തേർഡ്. സോ ലാസ്റ്റ് ഫോർത്ത് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വെരി ഹൈ റിസ്ക് വരുന്നത്. വെരി ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ സിവിയർ ഡിസീസ് കോസ് ചെയ്യും, അതുപോലെ സ്പ്രെഡിങ് കമ്മ്യൂണിറ്റിയിലേക്ക് ഹൈ റിസ്ക് ആണ് സ്പ്രെഡ് ചെയ്യുന്നതിൽ. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രൂപ്പ് 4 വരുന്നത്. ഇപ്പൊ എബോള വരികയാണ്, സ്മോൾ പോക്സ്, ഇങ്ങനെയുള്ളവരൊക്കെ ഹൈ റിസ്ക് ഓഫ് ഗ്രൂപ്പിലാണ് വരുന്നത്. സോ ഇത്രയാണ് നമ്മൾ എന്താ ഈ ഒരു ഏരിയയിൽ പഠിക്കാൻ. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ഗ്രൂപ്പ് 1 എന്ന് പറയുന്ന ഹൈ റിസ്ക് ആണെന്നാണ്. അപ്പൊ തന്നെ തെറ്റി, ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. പിന്നെ ഗ്രൂപ്പ് 3 എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്, സ്ട്രെപ്റ്റോകോക്കെ എന്നാണ് പറയുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് അല്ലെ. ഗ്രൂപ്പ് 2 ആയിരുന്നു മോഡറേറ്റ്. സോ ഗ്രൂപ്പ് 3 എന്താണ് ഹൈ റിസ്ക് ആണ് വരുന്നത്. സോ അതിൽ സ്ട്രെപ്റ്റോകോക്കെ അല്ല വരുന്നത് അല്ലെ, അതും തെറ്റാണ്. ഗ്രൂപ്പ് 2 സ്ട്രെപ്റ്റോകോക്കെ വരുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഗ്രൂപ്പ് 4 ഹൈ ഓർ വെരി ഹൈ റിസ്ക് ആണ്. സോ അതിൽ എബോളയൊക്കെ വരുന്നത് ശരിയാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് ലോ റിസ്ക് ആണ് കമ്മ്യൂണിറ്റി. സോ അല്ല, ലോ റിസ്ക് അല്ല, മോഡറേറ്റ് റിസ്ക് ആണ് ഈ ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ 3 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്തായിട്ടുള്ളത് ട്രൂ ആയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ആ തേർഡ് ഓൺലി എന്നുള്ള ഓപ്ഷൻ എ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബെസ്റ്റ് മെത്തേഡ് ഫോർ സ്റ്റെറിലൈസിംഗ് ഓയിൽ ആൻഡ് പൗഡർ. ഓപ്ഷൻ എ ഹോട്ട് എയർ ഓവൻ, ഓപ്ഷൻ ബി ഓട്ടോക്ലേവ്, ഓപ്ഷൻ സി ടിൻഡലൈസേഷൻ, ഓപ്ഷൻ ഡി ഇൻസ്പിസേഷൻ. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് നമ്മൾ ഈ എന്താ പറയാ ഈ ഹോട്ട് എയർ ഓവന് നമ്മള് പൗഡേഴ്സ്, ഓയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീസ് ഇങ്ങനെയുള്ളതിന് നമ്മൾ ഹോട്ട് എയർ ഓവൻ ആണ് സ്റ്റെറിലൈസ് ചെയ്യാൻ. ഓയിൽ, പൗഡർ ഒക്കെ നമുക്ക് ഹോട്ട് എയർ ഓവനിലാണ്. അതിൽ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യാറില്ല. ഓയിൽ, ഗ്രീസ്, പാരഫിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹോട്ട് എയർ ഓവൻ വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Regarding centrifuging in microbiology lab staff must not do the following to avoid infection. അതായത് മൈക്രോബ് സെൻട്രിഫ്യൂജ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്യരുത് എന്നാണ് പറയുന്നത്. അത് ഏത് കാര്യമാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആയിട്ട് പറയുന്നത് on hearing breaking noise, switch off centrifuge and immediately clean with disinfectant. Option B, on hearing breaking noise,
Switch off the centrifuge and leave the room for 20-30 minutes, then clean it with the disinfectant. Option C, sealed centrifuge bucket should be used for high risk sample. Option D, after breakage centrifuge tubes and settling aerosol buckets and debris must be autoclave. Option E, കറക്റ്റ് ആൻസർ ഏതാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. കാരണം ചെയ്യാൻ പാടില്ലാത്തത്. കാരണം നമ്മൾ സെൻട്രിഫ്യൂജ് ട്യൂബ് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നേരെ പോയി ഡയറക്റ്റ് ക്ലീൻ ചെയ്യാൻ പാടില്ല. അത് തെറ്റാ. അതായത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്തത്. കാരണം എന്താ, ഇമീഡിയറ്റ്ലി നമ്മൾ ക്ലീൻ ചെയ്യരുത്. കാരണം ആദ്യം നമ്മൾ ആ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഏകദേശം ഒരു 30 മിനിറ്റ്സ് നമ്മൾ അതിനെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. കാരണം അവിടെ ഉണ്ടാകുന്ന എയറോസോൾസ്, കാരണം ഇപ്പൊ പാത്തോജനിക് ആയിട്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ എയറോസോള് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ 30 മിനിറ്റ്സ് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിനുശേഷം മാത്രമേ നമ്മൾ അത് ഡിസിൻഫെക്റ്റന്റ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ്, സീൽഡ് ആയിട്ടുള്ള സെൻട്രിഫ്യൂജ് ബക്കറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഹൈ റിസ്ക് സാമ്പിൾസിന് നല്ലത്. ബ്രേക്കേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ഓട്ടോക്ലേവ് ചെയ്തിട്ട് ആ ഒരു ഏരിയ നമ്മൾ ഡിസിൻഫെക്റ്റന്റ് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്, അതിനുവേണ്ടി ഓട്ടോക്ലേവ് ചെയ്യേണ്ടതുമാണ്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൽബർട്ട് സ്റ്റെയിനിങ് ടെക്നിക് ഈസ് ഡൺ ഫോർ ദ ഡിഫറൻസിയേഷൻ ഓഫ് ഓപ്ഷൻ എ Mycobacterium tuberculosis, option B Corynebacterium diphtheria, option C Staphylococcus aureus, option D Salmonella typhi. സോ നമ്മൾ ഈ ആൽബർട്ട് സ്റ്റെയിൻ ചെയ്യുന്നത് ഏത് ബാക്ടീരിയനാണ്? സാധാരണ ആൽബർട്ട് സ്റ്റെയിൻ എന്ന് പറഞ്ഞ് ചോദിക്കാറുള്ളത് എന്തിനാ ചെയ്യുന്നതെന്നാണ്. പക്ഷെ ഇവിടെ ഏത് ബാക്ടീരിയ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. ആൽബർട്ട് സ്റ്റെയിൻ നമ്മൾ ചെയ്യാറുള്ളത് ഈ വോളറ്റിൻ ഗ്രാനുൾസിന് വേണ്ടിയിട്ടാണ്. വോളറ്റിൻ ഗ്രാനുൾസിന് വേണ്ടിയിട്ട്. ഈ വോളറ്റിൻ ഗ്രാനുൾസ് പ്രസന്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ഈ Corynebacterium diphtheria. സോ ആൻസർ ബി. അപ്പൊ Corynebacterium diphtheriaക്ക് വേണ്ടിയിട്ടാണ് ആൽബർട്ട് സ്റ്റെയിൻ, നീസർ സ്റ്റെയിൻ, ഫോണ്ടർ സ്റ്റെയിൻ ഇതൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, ആൽബർട്ട് സ്റ്റെയിനും നീസർ സ്റ്റെയിനും ഫോണ്ടർ സ്റ്റെയിനും ഒക്കെ നമ്മൾ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ വോളറ്റിൻ ഗ്രാനുൾസിന് വേണ്ടിയിട്ടാണ്. സോ അത് പ്രസന്റ് ആയിരിക്കുന്നത് Corynebacterium diphtheriaക്കാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which light source is not used for fluorescent microscopy? Option A LED, option B tungsten halogen, option C laser, option D none of the above. സത്യത്തിൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ഡി ആണെങ്കിൽ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ടങ്സ്റ്റൺ ഹാലജൻ എന്നുള്ളത്. കാരണം നമ്മൾ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിയിൽ നമുക്ക് UV ലൈറ്റ് ആണ് വേണ്ടത്. സോ അതിനു വേണ്ടി നമുക്ക് LED ലൈറ്റ് യൂസ് ചെയ്യാം, ലേസർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കോമൺലി ഇതിന് യൂസ് ചെയ്യുന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെർക്കുറി ആർക്ക് ലാമ്പ് അങ്ങനെയുള്ള ലാംപ്സ് ഒക്കെയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, പക്ഷെ ഇവിടെ ആൻസറിൽ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ടെക്സ്റ്റൈൽ ഹാലോജൻ ലാമ്പ് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ ലൈറ്റ് സോഴ്സ് ആയിട്ട് നമ്മൾ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ ടങ്സ്റ്റൺ ഹാലോജൻ അല്ല യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലേസർ അല്ലെങ്കിൽ LED അല്ലെങ്കിൽ മെർക്കുറി ആർക്ക് ലാമ്പ് അങ്ങനെയുള്ള ലാംപ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഓഫ് ബഡ്ഡിംഗ് ബാക്ടീരിയ. ഓപ്ഷൻ എ ഹൈഫോമോണാസ് പോളിമോർഫ, ഓപ്ഷൻ സി സെക്കാരോമൈസെറ്റ്സ്, ഓപ്ഷൻ സി കാൻഡിഡ ആൽബിക്കൻസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഈ സാധാരണ ബാക്ടീരിയ അതിന്റെ റിപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴിയാണ്. പക്ഷെ ബഡ്ഡിംഗ് വഴി റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് ആൻസർ എന്ന് പറയുന്നത് ഹൈഫോമോണാസ് പോളിമോർഫയാണ്. ബാക്കിയുള്ളത് ഇപ്പൊ സക്കാരോമൈസെറ്റ് സെർവേസി ആണെങ്കിലും കാൻഡിഡ ആൽബിക്കൻസ് ആണെങ്കിലും ബാക്ടീരിയ അല്ല, ഫംഗസ് ആണ്. ഇവിടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഹൈഫോമോണാസ് പോളിമോർഫയാണ് ബഡ്ഡിംഗ് വഴി റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മൊത്തത്തിലുള്ള ഒരു എക്സെപ്ഷൻസ് ആണത്. സാധാരണ ബൈനറി ഫിഷൻ വഴിയാണ് ബാക്ടീരിയ എങ്കിലും ബഡ്ഡിംഗ് വഴി റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ എന്നുള്ളത് ഹൈഫോമോണാസ് പോളിമോർഫയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൺ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ബാക്ടീരിയൽ സെൽ ഈസ് അതർവൈസ് നോൺ ആസ് ഓപ്ഷൻ എ ലിഗ്നിൻ, ഓപ്ഷൻ ബി പെക്റ്റിൻ, ഓപ്ഷൻ സി മ്യൂറിൻ, ഓപ്ഷൻ ഡി ഗ്ലൈക്കൺ. നമ്മള് പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന് പറയുന്നത് ബാക്ടീരിയൽ സെൽ വാളിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെയർ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് അല്ലെ, മേജർ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. സോ
സോ അതിന് നമ്മൾ മറ്റൊരു പേര് പറയും, ദാറ്റ് ഈസ് മ്യൂറിൻ. പെപ്റ്റിഡോഗ്ലൈക്കനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മ്യൂറിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടെക്നിക് ഫോർ ഒബ്റ്റൈനിങ് anaerobic conditions include option A copper coated steel wool to remove oxygen, option B anaerobic jar with gas generating kit, option C sodium dithionate agar, option D all of the above. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് all of the above. നമുക്ക് anaerobic conditions, എനോറോബിക് ബാക്ടീരിയനൊക്കെ കൾച്ചർ ചെയ്യാൻ വേണ്ടി എനോറോബിക് കണ്ടീഷൻസ് നമ്മൾ ചെയ്യേണ്ടി വരും, പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ എനോറോബിക് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ എനോറോബിക് ജാർസ് ഉണ്ടാവും. അതേപോലെ തന്നെ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള എനോറോബിക് കണ്ടീഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഇതാണ് കോപ്പർ കോട്ടഡ് ആയിട്ടുള്ള സ്റ്റീൽ വൂളും അതുപോലെ സോഡിയം ഡൈതയോണേറ്റ് അഗാർ ഒക്കെ നമ്മൾ എനോറോബിക് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ്. സോ അതെന്ത് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിക്കും ഫീവർ ഈസ് കോസ്ഡ് ബൈ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്യൂ ഫീവർ ഈസ് കോസ്ഡ് ബൈ എന്നുള്ളതായിരിക്കും, കാരണം ആൻസർ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ബാർട്ടോണെല്ല കൊണ്ടൈന, ഓപ്ഷൻ ബി റിക്കസിയ റിക്കസിയ, ഓപ്ഷൻ സി കോക്സിയല്ല ബർണറ്റി, ഓപ്ഷൻ ഡി ബൊറീലിയ ബർഗഡോഫെറി. സോ ഇതിൽ സി ആണ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, കാരണം കോക്സിയല്ല ബർണറ്റി ആണ് ഈ ക്യൂ ഫീവർ കോസ് ചെയ്യുന്നത്. സോ ക്യൂ വിട്ടുപോയതായിരിക്കും. സോ അതുകൊണ്ട് ക്യൂ ഫീവർ ഈസ് കോസ്ഡ് ബൈ കോക്സിയല്ല ബർണറ്റി ആണ് ക്യൂ ഫീവർ കോസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ ബൊറീലിയ ബർഗഡോഫെറി കോസ് ചെയ്യുന്നത് ലൈം ഡിസീസ് ആണ്, അതും ഒരു ടൈപ്പ് ഓഫ് ഫീവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പോ റിക്കറ്റ്സിയ ആണെങ്കിൽ റോക്കി മൗണ്ടഡ് സ്പോട്ടഡ് ഫീവർ, അതും ഒരു ടൈപ്പ് ഓഫ് ഫീവർ ആണ്. ഈ ബാർട്ടോണെല്ല കൊണ്ടൈന ആണെങ്കിൽ ട്രഞ്ച് ഫീവർ, അതും ഒരു ടൈപ്പ് ഓഫ് ഫീവർ ആണ്. ഇതൊക്കെ ഫീവർ ആണ്. അതില് അപ്പൊ ഫീവർ കോസ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാം ആൻസർ വരും. ക്യൂ ഫീവർ ആയിരിക്കും ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നാണ് തോന്നുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇൻ ദ ഫോളോവിങ് വിച്ച് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്പോർട്ട് മീഡിയ? ഓപ്ഷൻ എ സസ്റ്റെയിൻ വയബിലിറ്റി ഓഫ് മൈക്രോബ്സ്, ഓപ്ഷൻ ബി പ്രിവെന്റ് ഓവർ ഗ്രോത്ത് ഓഫ് competing microbes, option C can be used to direct identification of microbes, option D allow only limited growth and keep sample as close to the original state. So ഇവിടെ ട്രാൻസ്പോർട്ട് മീഡിയന്റെ പ്രോപ്പർട്ടി, ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, നമ്മള് മൈക്രോബ്സിനെ അല്ലെങ്കിൽ ബാക്ടീരിയനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് എന്താണ് ഓവർ ഗ്രോത്തും കാര്യങ്ങളും ഇല്ലാണ്ട് അതിനെ ആ ഒരു സ്റ്റേജിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് ലാബിൽ എത്തുന്ന വരെ അല്ലെങ്കിൽ നമ്മൾ കൾച്ചർ ചെയ്യുന്ന വരെ അതിനെ ആ ഒരു സ്റ്റേജിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്പോർട്ട് മീഡിയ യൂസ് ചെയ്യാറുണ്ട്. സോ ആ ഒരു മീഡിയയില് പ്രോപ്പർട്ടീസ് പറയുമ്പോൾ നമ്മൾ അത് ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാ സസ്റ്റെയിൻ വയബിലിറ്റി ഓഫ് മൈക്രോബ്സ്. ശരിയാണ്, നമ്മൾ ആ ഒരു വയബിലിറ്റി കീപ്പ് ചെയ്ത് അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മീഡിയ യൂസ് ചെയ്യുന്നത്. ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ രണ്ടാമത്തെ പ്രിവെന്റ് ഓവർ ഗ്രോത്ത് ഓഫ് കോമ്പറ്റിംഗ്, കാരണം നമ്മൾ അതിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ബാക്ടീരിയക്ക് ആണോ വേണ്ടത് അതിനെ കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ ഓവർ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യും, സെലക്റ്റീവ് ആയിരിക്കും. സോ ആയിരിക്കും. തേർഡ്, ക്യാൻ ബി യൂസ് ടു ഡയറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് മൈക്രോബ്സ്. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കയ്യിലേക്ക് ഒരു ട്രാൻസ്പോർട്ട് മീഡിയ കിട്ടിക്കഴിഞ്ഞാൽ നേരെ അതിന് നമ്മൾ മൈക്രോബ്സിനെ എടുത്തിട്ട് നമ്മൾ അതിന് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കി ഡയറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഒരിക്കലും പോസിബിൾ ആവില്ല. നമ്മൾ ആ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഈ ഒരു മീഡിയ യൂസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ വീണ്ടും കൾച്ചർ ചെയ്തിട്ടേ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഡയറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഒരിക്കലും കൾച്ചർ മീഡിയയിൽ ട്രാൻസ്പോർട്ട് മീഡിയയിൽ എന്തായിരിക്കില്ല, പോസിബിൾ ആയിരിക്കില്ല. സോ അത് എന്താണ് അവിടെ ഒരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതാണ് ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റോങ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഫോർ വിബ്രിയോ കോളർ. വിബ്രിയോ കോളറിന്റെ റോങ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഏതാണെന്നുള്ളത്. സോ ഇവിടെ ഫസ്റ്റ് എന്താ പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്സിഡൈസ് പോസിറ്റീവ് വിത്ത് കോവാക്സ് റിയേജന്റ്. അപ്പോൾ അതായത് ഈ വിബ്രിയോ കോളർ എന്ന് പറയുന്നത് ഓക്സിഡൈസ് പോസിറ്റീവ് ആണ്. ഓപ്ഷൻ ബി produce yellow colonies on TCBS, option C ferment L arabinose, option D lactose ferment on prolonged incubation എന്നാണ് പറയുന്നത്.
സോ ആൻസർ ഏതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. കാരണം നമുക്ക് ഈ വിബ്രിയോ കോളറി എന്ന് പറയുന്നത് ഓക്സിഡേസ് പോസിറ്റീവ് ആണ്. ഒരു സംശയമില്ല, ഓക്സിഡേസ് പോസിറ്റീവ് ആണ്. ഓക്സിഡേസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോവാക്സ് റിയേജന്റ്. അതേപോലെ വിബ്രിയോ കോളറി എന്ന് പറയുന്നത് TCBS വിബ്രിയോനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ TCBS കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ കോളനീസ് ആണ് കിട്ടുന്നത്. കാരണം സൂക്രോസിനെ ഫെർമെന്റ് ചെയ്യുന്നതുകൊണ്ട് ദാറ്റ് ഇസ് യെല്ലോ കോളനീസ് ആയിരിക്കും TCBS കിട്ടുന്നത്. പിന്നെ അടുത്ത പോയിന്റ് ദാറ്റ് ഫെർമെന്റ് എൽ അറാബിനോസ്. അറാബിനോസിനെ ഫെർമെന്റ് ചെയ്യുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് ടൈപ്പ് ഓഫ് വിബ്രിയോ ഉണ്ട്. ഇപ്പൊ നമുക്ക് ക്ലാസിക്കൽ വിബ്രിയോ ഉണ്ട്, അതുപോലെ എൽട്ടോൾ വിബ്രിയോ ഉണ്ട്. ക്ലാസിക്കൽ വിബ്രിയോ എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ അറാബിനോസിനെ ഫെർമെന്റ് ചെയ്യില്ല. ക്ലാസിക്കൽ വിബ്രിയോ നോട്ട് ഫെർമെന്റ് അറാബിനോസ്. പക്ഷെ എൽട്ടോർ വിബ്രിയോ എന്ന് പറയുന്നത് വീക്ക്ലി അറാബിനോസിനെ ഫെർമെന്റ് ചെയ്യും. പക്ഷെ ഇത് നമുക്ക് ഇതൊരു പ്രോപ്പർട്ടി ആയിട്ട് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഈ ഒരു പോയിന്റ് ഞാൻ അവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ലാസ്റ്റത്തെ ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യും. നോർമൽ ആയിട്ട് ഇൻക്യുബേറ്റ് ചെയ്ത ഒരിക്കലും ലാക്ടോസിന് എന്താണ് നമ്മൾ വിബ്രിയോ കോളറി ഫെർമെന്റ് ചെയ്യില്ല. പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുമ്പോഴാണ് ലാക്ടോസിന് വിബ്രിയോ കോളറി ഫെർമെന്റ് ചെയ്യുക. അതും നമുക്ക് ഇതിന്റെ ഒരു പ്രോപ്പർട്ടീസ് ആണ്. സോ ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഞാൻ എല്ലാ പോയിന്റും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which is the following diagnostic method is mostly useful in detecting Entamoeba histolytica from stool sample? Option A, Cato-Cats method. Option B, rapid antigen detection test. Option C, Sabin Feitman dye test. Option D, card agglutination test. നമ്മൾ സ്റ്റൂളിൽ ഈ കോളനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റാപ്പിഡ് ആന്റിജൻ ഡിറ്റക്ഷൻ ടെസ്റ്റ് ആണ് കേട്ടോ. റാപ്പിഡ് ആന്റിജൻ ഡിറ്റക്ഷൻ ടെസ്റ്റ് ആണ് ഹൈലി സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈക്കോളെ മൈക്രോസ്കോപ്പി ബേസ്ഡ് ആയിട്ടല്ലല്ലോ നമുക്ക് ഈക്കോളനെ കണ്ടുപിടിക്കാൻ പറ്റുക. സോ ഇത് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് റാപ്പിഡ് ആന്റിജൻ ഡിറ്റക്ഷൻ ടെസ്റ്റ് ആണ്. സോ അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് സ്റ്റൂൾ സ്പെസിമെൻ ഫോർ പാരസൈറ്റോളജിക്കൽ എക്സാമിനേഷൻ? ഇവിടെ ശ്രദ്ധിക്കണേ. ഓപ്ഷൻ എ പോളിവിനൈൽ ആൽക്കഹോൾ ഫിക്സേറ്റീവ്, ഓപ്ഷൻ ബി സ്ക്വാഡ്സ് ട്രാൻസ്പോർട്ട് മീഡിയം, ഓപ്ഷൻ സി അമീസ് ട്രാൻസ്പോർട്ട് മീഡിയം, ഓപ്ഷൻ സി കാരി ബ്ലെയർ മീഡിയം. സോ നമ്മളിവിടെ തെറ്റായിട്ട് ആൻസർ ചെയ്യാൻ പോവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളെടുത്ത് ട്രാൻസ്പോർട്ട് മീഡിയം ഫോർ സ്റ്റൂൾ സ്പെസിമെൻ അത്രേ നമ്മൾ കാണുള്ളൂ. അപ്പൊ നമ്മൾ ചിലപ്പം കാരി ബ്ലെയർ മീഡിയം ഒക്കെ ആൻസർ ചെയ്ത് പോവാം. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് പാരസൈറ്റോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം ഏതാണ് എന്നുള്ളത്. സോ പാരസൈറ്റോളജിക്കൽ എക്സാമിനേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് മീഡിയം ദാറ്റ് ഈസ് പോളിഫീനൈൽ ആൽക്കഹോൾ ഫിക്സേറ്റീവ്. സ്റ്റോഡ്സും അമീസും കാരി ബ്ലെയർ ഒക്കെ നമ്മൾ ബാക്ടീരിയക്കാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ചിലപ്പം ഇതിലേക്ക് കുത്തി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പാരസൈറ്റോളജി. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ മുഴുവനായിട്ട് വായിച്ചിട്ടില്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, Wuchereria bancrofti is a causative agent of lymphatic filariasis. Comes under option A trematode, option B protozoa, option C cestode, option D nematode. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി. നമുക്കറിയാം, നമ്മൾ പാരസൈറ്റോളജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരസൈറ്റിനെ നമുക്ക് പ്രോട്ടോസോവ ആൻഡ് ഹെൽമിന്ത് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ഹെൽമിന്തിനെ തന്നെ വീണ്ടും നമ്മൾ സെസ്റ്റോഡ്, ട്രെമറ്റോഡ്, അതേപോലെ തന്നെ നെമറ്റോഡ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. സെസ്റ്റോഡ് എന്ന് പറഞ്ഞാൽ ടേപ്പ് വേം, ട്രെമറ്റോഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൂക്സ് ആയിരുന്നു, നെമറ്റോഡ് എന്ന് പറഞ്ഞാൽ റൗണ്ട് വേംസ് ആയിരുന്നു. സോ ഇതില് ഈ നമ്മള് ബുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി, ബ്രൂഗിയ മലയൊക്കെ നെമറ്റോഡിൽ വരുന്നതാണ് കേട്ടോ. ലിംഫാറ്റിക് നെമറ്റോഡിലാണ് വരുന്നത്. ഇപ്പൊ ഓരോരോ ശരിക്കും പാരസൈറ്റോളജിയിൽ അധികം നമ്മളെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ കാണാറുള്ളത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ എന്തായാലും നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ മലേറിയ the most commonly targeted antigen for Plasmodium falciparum is option A PF-EMP1, option B MSP1, option C PF-HR-P2, option D LDH. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, അതായത് PF-HR-P2.
ഈ ഒരു PFHRP2 എന്ന് പറയുന്നത് HRP2 എന്ന് പറയുന്നത് ഹിസ്റ്റഡിൻ റിച്ച് പ്രോട്ടീൻ 2 ആണ്. PSHRP2 എന്ന് പറയുന്നത് എന്താണ്? ഹിസ്റ്റഡിൻ റിച്ച് പ്രോട്ടീൻ 2 ആണ്. സോ ഇത് ഈ പ്ലാസ്മോഡിയം ഇൻഫെക്ഷൻസ് ഉള്ളവർക്ക് മാത്രം കാണുന്നതാണ്. ഈ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിന് മാത്രമേ ഇത് പോസിറ്റീവ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ഫാൽസിപാരത്തിന് ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നത്, പ്ലാസ്മോഡിയത്തിന് പോസിറ്റീവ് ആവുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹിസ്റ്റീരിയൻ റിച്ച് പ്രോട്ടീൻ 2 ആണ്. അവർ ഫാൽസിപാരത്തിന് മാത്രം കാണുന്ന ഒരു ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. അവർക്ക് മാത്രമുള്ള ഒരു പ്രോട്ടീൻ ആണ്. ഓക്കെ, next, the purpose of using squadron stain in parasitology is option A to differentiate helminthic egg, option B to identify hazard-first organism in blood smear, option C to detect protozoan cyst in fecal specimen, option D to observe motility of protozoan parasite in liquid sample. So ഈ സ്ക്വാഡിൻ ഫിക്സേറ്റീവും സ്ക്വാഡിൻ സ്റ്റെയിൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റൂൾസിലാണ്. സ്റ്റൂൾ സ്പെസിമെൻ ഓർ ഫീക്കൽ സ്പെസിമെൻസ് ആണ്. സോ അതിൽ തന്നെ ഈ പ്രോട്ടോവന്റെ സിസ്റ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്വാഡിൻ സ്റ്റെയിൻസ് യൂസ് ചെയ്യുന്നത്. പ്രോട്ടോസൻ സിസ്റ്റ് കണ്ടക്ട് പിടിക്കാൻ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്വാഡിൻ സ്റ്റെയിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ക്വാഡിൻ സ്റ്റെയിൻ പോലെ സ്ക്വാഡിൻ ഫിക്സേറ്റീവ് വരെയുണ്ട് കേട്ടോ. സോ അത് രണ്ട് പർപ്പസ് ആണ്, ഒന്ന് പ്രിസർവേഷനും ഒന്ന് സ്റ്റെയിനിങ്ങും എന്നുള്ള പർപ്പസ് ആണ്. സോ രണ്ടും സ്റ്റൂളിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ പ്രോട്ടോസന്റെ സിസ്റ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For diagnosing schistosoma hematobium infection, the most appropriate time to collect the urine is option A early morning, option B midday, option C evening, option D midnight. So correct answer എന്ന് പറയുന്നത് yes, that is midday എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ഷിസ്റ്റോസോമ ഹെമറ്റോബിയം ഇൻഫെക്ഷൻസ് അതിന്റെ സാമ്പിൾ എടുക്കുന്നത് യൂറിൻ ആണ് അല്ലെ. സോ ഏറ്റവും കൂടുതൽ ഒരു മിഡ് ഡേ, ഒരു 12 to 2 PM 12 to 2 PM ആ ഒരു ടൈമിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സ് ഹെമറ്റോബിയത്തിന്റെ എക്സ് യൂറിനിൽ കൂടുതലായിട്ട് കാണുന്നത്, മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് യൂറിനിൽ കാണുന്നത് ഈ ഒരു ടൈമിലായിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യാം, ഇതിന്റെ യൂറിൻ കളക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. നമ്മൾ അവിടെ എഗ് ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Fungal blood culture are most effectively performed using which automated system? That is, first one Vitek-2, option B MALDI-TOF, option C BACTEC system, option C Vitek system. Correct answer ഏതാണ് വരുന്നത്? വൈറ്റൽ സിസ്റ്റം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലെ, ബാക്ടെക് സിസ്റ്റം. കാരണം നമുക്ക് ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് ബാക്ടീരിയൽ കൾച്ചർ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ അതിന്റെ ബ്ലഡ് കൾച്ചർ ചെയ്യുന്നത്, ഫംഗസിന്റെയും ബാക്ടീരിയസിന്റെയും ബ്ലഡ് കൾച്ചർ ചെയ്യുന്നത് ഈ ബാക്ടെക് സിസ്റ്റത്തിലാണ് കേട്ടോ. ബ്ലഡ് കൾച്ചർ ചെയ്യുന്നത് ബാക്ടെക്കിലാണ്. ഇപ്പോ ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫംഗൽ കൾച്ചർ ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ ബ്ലഡ് കൾച്ചർ പോസിബിൾ അല്ല എന്നുള്ളതാണ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the most common fluorescent stain used for identifying fungal element from clinical specimen. Option A Auramine rhodomine, option B acridine orange, option C rhodomine B, option D calcofluor white stain. നമ്മൾ ഫംഗസിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് കാൽക്കോഫ്ലോർ വൈറ്റ് സ്റ്റെയിൻ ആണ് ഫംഗസിന് യൂസ് ചെയ്യുന്ന ഫ്ലൂറസെന്റ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. കാൽക്കോഫ്ലോർ വൈറ്റ് സ്റ്റെയിൻ ആണ്. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് ഈ ഓറമിൻ റോഡമിനും അക്രിഡിൻ ഓറഞ്ച് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അക്രിഡിൻ ഓറഞ്ച് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഇപ്പോൾ മലേറിയന്റെ കേസിൽ നമ്മൾ QBC ചെയ്യാറുണ്ട്. മലേറിയന്റെ കേസിൽ ക്വാണ്ടിറ്റേറ്റീവ് ബഫിക്കോഡ് ചെയ്യാറുണ്ട്. അതിന് നമ്മൾ അക്രിഡിൻ ഓറഞ്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഓറമിൻ റോഡമിൻ ആണെങ്കിൽ നമ്മൾ TBനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓറമിൻ റോഡമിൻ ചെയ്യാറുണ്ട്. സോ ഇതൊക്കെ വേറെ ഫ്ലൂറസെന്റ് ഡൈസുകളാണ്, പക്ഷെ ഫംഗസിന് നമ്മൾ കാൽക്കോഫ്ലോർ വൈറ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതിന്റെ പാർട്ട് 3 വീഡിയോ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.